ശനിയാഴ്ചകളിൽ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന ശിവക്ഷേത്രമാണ് ഹംസകുളങ്ങര ശ്രീ മേലേടത്ത് ശിവക്ഷേത്രം. ഞാനും അമ്മയും ഒട്ടുമിക്ക ശനിയാഴ്ചകളിലും രാവിലെ ക്ഷേത്രദർശനം നടത്താറുണ്ട്. അമ്പലത്തിൽ പോയാൽ വീട്ടിലെ എല്ലാവരുടെയും പേരിൽ വഴിപാട് നടത്തിക്കുക എന്നുള്ളത് അമ്മയ്ക്ക് നിർബന്ധമാണ്. ചിലപ്പോഴൊക്കെ അമ്മയുടെ പേരിൽ വഴിപാട് കഴിക്കാൻ അമ്മ മറന്നുപോകും. ഈ തവണ ഞാനത് ഓർമ്മിപ്പിച്ചു. എൻ്റെയും അമ്മയുടെയും മറ്റ് അംഗങ്ങളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പേരിൽ ഞങ്ങൾ വഴിപാട് കഴിപ്പിച്ചു. ശിവക്ഷേത്രമായതിനാൽ ജലധാരയും നെയ്വിളക്കുമാണ് പ്രധാനപ്പെട്ട വഴിപാട്. മഹാദേവൻ്റെ അമ്പലത്തിൽ ദർശനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ശനിയാഴ്ച. വഴിപാടിന് റെസിപ്റ്റ് വാങ്ങിയ ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നാണ് അമ്പലത്തിലേക്ക് പോയത്. വീടിനടുത്തുള്ള അമ്പലമാണ്. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധി വരുത്തിയ ശേഷമായിരിക്കണം അമ്പലത്തിൽ കയറേണ്ടത്. പാദരക്ഷകൾ പുറത്ത് വെച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വേണം ഉള്ളിലോട്ട് കയറാൻ. അമ്പലത്തിൽ കടക്കാനുള്ള ഔട്ട്ഫിറ്റ് ഒന്നുമല്ല ഞാൻ ധരിച്ചത്. അതിലല്ലല്ലോ, ഭക്തിയിലല്ലേ കാര്യം. സ്വതവേ സിമ്പിളായിട്ടുള്ള വസ്ത്രം ധരിച്ചാണ് ഞാൻ അമ്പലത്തിൽ പോവാറുള്ളത്. പ്രാർത്ഥിച്ചിറങ്ങിയ ശേഷം പ്രസാദം ലഭിച്ചു. ഭസ്മവും ചന്ദനവും തുളസിക്കതിരും ചെത്തിപ്പൂവുമാണ് പ്രസാദം. മറ്റു വസ്തുക്കളുണ്ടെങ്കിലും ഭസ്മമാണ് ശിവക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസാദം. ആദ്യം പ്രസാദം വാങ്ങിയത് അമ്മയായിരുന്നു. അമ്മ അത് നെറ്റിയിൽ തൊട്ടു. നല്ലൊരു ദിവസം തുടങ്ങാൻ ക്ഷേത്രദർശനം നല്ലതാണ്. ഇന്നത്തെ ദിവസം നല്ലതാവട്ടെ.